നിലാവെഴുതുമ്പോൾ എന്ന കൃതിയുമാണ് പ്രകാശനം ചെയ്യുന്നത്. അതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും 10ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. പ്രശസ്ത ഗാനരചയിതാവും കവിയും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ശ്രീകുമാരൻ തമ്പിയുടെ പുത്രലാഭം എന്ന കവിതാ സമാഹാരവും ശ്രീമതി ബി സന്ധ്യ IPSന്റെ തെരഞ്ഞെടുത്ത കവിതകളും ഡോക്ടർ ജോർജ് ഓണക്കൂറിന്റെ ദി സീ വിതിൻ എന്നീ നോവലും ശ്രീമതി ഇന്ദിര അശോകിന്റെ തെരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമായ നിലാവെഴുതുമ്പോൾ എന്ന കൃതിയുമാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. ഒപ്പം IAS ഉദ്യോഗസ്ഥനായിരുന്ന PG ടെൻസിംഗിന്റെ സാഗര തീരം മുതൽ ഹിമാലയ ശിഖരം വരെ എന്ന സാഹസിക യാത്രയുടെ കഥയും ഈ വേദിയിൽ പ്രകാശിപ്പിക്കുന്നു. ഏവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി കറണ്ട് ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ അരവിന്ദനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, DC ബുക്സിന്റെ 18ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഈ പുസ്തകമേളയോടനുബന്ധിച്ച് ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി വരികയാണ്. DC സാഹിത്യോത്സവവും ഈ വർഷം തന്നെ നടക്കുന്നതിനാൽ DC സാഹിത്യോത്സവത്തിലെ 100 പുസ്തകങ്ങളിൽ ആദ്യ പുസ്തകങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് പ്രകാശിപ്പിച്ചത്. ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പുത്രലാഭം എന്ന കവിതാ സമാഹാരം, ബി സന്ധ്യയുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരം, ശ്രീമതി ഇന്ദിര അശോകിന്റെ നിലാവെഴുതുമ്പോൾ എന്ന തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരം, ഡോക്ടർ ജോർജ് ഓണക്കൂർ എഴുതിയ പ്രശസ്ത നോവൽ ഉൾക്കടലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ദി സീ വിതിൻ എന്ന ഗ്രന്ഥത്തിന്റെയും പ്രകാശനം നടക്കുകയാണ്. അതോടൊപ്പം ഒരു മുൻ IAS ഓഫീസറായ PG ടെൻസിംഗ് എഴുതിയ സാഗര തീരം മുതൽ ഹിമാലയ ശിഖരം വരെ എന്ന ഒരു സാഹസിക യാത്രയെ സംബന്ധിച്ച പുസ്തകവും ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നതാണ്. ഈ പ്രകാശന വേളയിലെ ശ്രീകുമാരൻ തമ്പി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഋഷിരാജ് സിംഗ് IPS, ബി സന്ധ്യ IPS, ഇന്ദിര അശോക് എന്നിവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രശസ്ത കവിയും ഗാനരചയിതാവും എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ടവരുമായ ശ്രീകുമാരൻ തമ്പി സാറ് സദസ്സിലുണ്ട്. അദ്ദേഹത്തിന് DC ബുക്സിന്റെ പേരിൽ, നിങ്ങളെവരുടെയും പേരിൽ ഞാൻ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു. മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും യാത്രാ വിവരണ ഗ്രന്ഥങ്ങളുടെ കർത്താവുമൊക്കെയായ ശ്രീ ജോർജ് ഓണക്കൂറിനെ മലയാളികൾക്ക് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികളായ നിങ്ങൾക്ക് ഏവർക്കും അദ്ദേഹം സുപരിചിതനാണ്. ആദ്യത്തെ കാമ്പസ് നോവലിന്റെ കർത്താവായ അദ്ദേഹത്തെ, ഉൾക്കടൽ എന്ന ആ പ്രശസ്ത നോവലിന്റെ കർത്താവ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെ DC ബുക്സിന് വേണ്ടി നിങ്ങളേവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ IPS ഓഫീസർ ശ്രീ ഋഷിരാജ് സിംഗ് ആണ്. അദ്ദേഹം ഇവിടെ പുസ്തക പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാളികളുടെ യുവതലമുറയ്ക്ക് ഏറ്റവും ഹരം തീർത്ത ശ്രീ ഋഷിരാജ് സിംഗ് സാറിന് DC ബുക്സിന്റെ പേരിൽ, നിങ്ങളെവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീമതി ബി സന്ധ്യ IPS പോലീസുകാരിലെ ഒരു കവയിത്രിയാണ്. അടുത്ത കാലത്ത് വളരെ വിവാദമുണ്ടാക്കിയ ഒരു കവിതയിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ശ്രീമതി ബി സന്ധ്യയുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. ബി സന്ധ്യയ്ക്ക് DC ബുക്സിന്റെ പേരിൽ, നിങ്ങളെവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അധ്യാപികയും എഴുത്തുകാരിയുമായ ശ്രീമതി ഇന്ദിര അശോകിന്റെ നിലാവെഴുതുമ്പോൾ എന്ന കവിതാ സമാഹാരമാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്.
അതും തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമാണ്. മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കവിതകൾ എഴുതി ശ്രദ്ധേയയായ ശ്രീമതി ബി ഇന്ദിരയ്ക്ക് ബി സിബുസിന്റെ പേരിൽ നിങ്ങളെവരെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശേഷം പുസ്തക പ്രകാശന കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. ശ്രീ ശ്രീകുമാരൻ തമ്പി രചിച്ച പുത്രലാഭം എന്ന കവിതാ സമാഹാരമാണ് ആദ്യം പ്രകാശിപ്പിക്കുന്നത്. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ ജോർജ് ഓണക്കൂറിനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ബി സന്ധ്യ IPSനെയും ക്ഷണിക്കുന്നു. ശ്രീമതി ബി സന്ധ്യ IPSന്റെ തെരഞ്ഞെടുത്ത കവിതകളും ശ്രീമതി ഇന്ദിര അശോകിന്റെ നിലാവെഴുതുമ്പോൾ എന്ന കവിതാ സമാഹാരവുമാണ് പ്രകാശിതമാകുന്നത്. പുസ്തക പ്രകാശനത്തിനായി ശ്രീ ശ്രീകുമാരൻ തമ്പിയെയും ഏറ്റുവാങ്ങുന്നതിന് ശ്രീ ജോർജ് ഓണക്കൂറിനെയും ക്ഷണിക്കുന്നു. എന്ന നോവലാണ് അടുത്തതായി പ്രകാശിപ്പിക്കുന്നത്. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീമതി ബി സന്ധ്യ IPSനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ഇന്ദിര അശോകിനെയും ക്ഷണിക്കുന്നു. IAS ഇന്ത്യയെ അടുത്തറിയാനായി തന്റെ ബൈക്കിൽ 23,000 കിലോമീറ്ററോളം സഞ്ചരിച്ച സാഹസിക യാത്രയുടെ വിവരണമായ സാഗര തീരം മുതൽ ഹിമാലയ ശിഖരം വരെ എന്ന കൃതിയുടെ പ്രകാശനമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ഋഷിരാജ് സിംഗ് IPSനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ശ്രീകുമാരൻ തമ്പിയെയും ക്ഷണിക്കുന്നു. ശ്രീ ശ്രീകുമാരൻ തമ്പിയെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള സുഹൃത്തുക്കൾക്കും സദസ്സിലുള്ള സഹോദരി സഹോദരന്മാർക്കും എൻ്റെ അഭിവാദനം. എനിക്ക് സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അതെൻ്റെ പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പുത്രലാഭം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. മാർക്കണ്ഡേയ മഹർഷി ജനിക്കുന്നതിന് മുമ്പ് ഈശ്വരൻ മാർക്കണ്ഡേയ അമ്മയോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് സൽസ്വഭാവിയും സ്നേഹസമ്പന്നനും അല്പായുസ്സുമായ ഒരു മകൻ വേണോ, അതോ ദീർഘായുഷ്മാനും കുടിലനും വിടലുമായ ഒരു മകൻ വേണോ? അപ്പോൾ മാർക്കണ്ഡേയ മഹർഷിയുടെ അമ്മ പറഞ്ഞു, എനിക്ക് അല്പായുസ്സായ നല്ലവനായ മകൻ മതി എന്ന്. എൻ്റെ മകൻ അങ്ങനെ ഒരു ജന്മമായിരുന്നു, നന്മയുടെ പ്രതീകമായിരുന്നു. ദോസ് ഹൂം ഗോഡ്സ് ലവ് ഡൈ യങ് എന്നാണ് ഇംഗ്ലീഷ് പഴമൊഴി. ദൈവം സ്നേഹിക്കുന്നവർ വേഗം മരിക്കുന്നു. ഞാൻ എൻ്റെ മകനെപ്പോലെ നല്ലവനല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മകനെക്കുറിച്ചുള്ള ഓർമ്മ അല്പായുസ്സായി മരിച്ച, വളരെയധികം പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ട് അല്പായുസ്സായി മരിച്ച എൻ്റെ മകൻ്റെ മരണം ശരിക്കു പറഞ്ഞാൽ ഞാൻ നഷ്ടമായിട്ടല്ല കാണുന്നത്. അത്രയും ജീവിതം, അത്രയും സ്നേഹം
പൂർണ്ണമായി എനിക്ക് ലഭിച്ചത് ലാഭമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭമായിരുന്നു എൻ്റെ മകൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് കവിതയ്ക്ക് പുത്രലാഭം എന്ന് ഞാൻ പേര് നൽകിയത്. ആ പുത്രലാഭത്തെ എന്ന കവിത ഇവിടെ ചൊല്ലാനുള്ള മാനസികാവസ്ഥയില്ല. കാരണം എനിക്കത് ചൊല്ലാൻ പറ്റില്ല. കൃഷ്ണപ്രസാദം എന്ന ഒരു കവിത, അതുപോലെ വാതിൽ തുറന്നിരുന്ന 2 കവിതകൾ, ഏതാനും വരികൾ ഞാനിവിടെ ചൊല്ലാം. കൃഷ്ണപ്രസാദം എന്ന കവിത. കൈക്കുമ്പിളിൽ നിന്നും കൈവിട്ടു പോയൊരു കൃഷ്ണപ്രസാദമാണ് എൻ്റെ ദുഃഖം. കൈക്കുമ്പിളിൽ നിന്നും കൈവിട്ടു പോയൊരു കൃഷ്ണപ്രസാദമാണ് എൻ്റെ ദുഃഖം. പ്രാർത്ഥിച്ചു നുള്ളവേ വിരൽ തെറ്റി പാഴ്മണ്ണിൽ വീണ പൂജാപുഷ്പം എൻ്റെ ദുഃഖം. പ്രാർത്ഥിച്ചു നുള്ളവേ വിരൽ തെറ്റി പാഴ്മണ്ണിൽ വീണ പൂജാപുഷ്പം എൻ്റെ ദുഃഖം. വിസ്മയ ചിത്രം വരയ്ക്കുമ്പോൾ തൂവിയ സപ്തവർണ്ണ പിഴവ് എൻ്റെ ദുഃഖം. വിസ്മയ ചിത്രം വരയ്ക്കുമ്പോൾ തൂവിയ സപ്തവർണ്ണ പിഴവെൻ്റെ ദുഃഖം. അളവിനു മേലെ ഒലിച്ച ചായങ്ങളാൽ പതിതം നിരർത്ഥകം എൻ്റെ ചിത്രം. അളവിനു മേലെ ഒലിച്ച ചായങ്ങളാൽ പതിതം നിരർത്ഥകം എൻ്റെ ചിത്രം. സപ്തസ്വരങ്ങളെ സപ്തസ്വരങ്ങളായി, സപ്തസ്വരങ്ങളെ സപ്തസ്വരങ്ങളായി മുക്ത സംഗീതിക ഗൽഗതമായി. ഇനി എന്തു പാടാൻ അവശ്രുതിയിൽ എൻ്റെ ചിരകാല മോഹത്തിൻ വെൺചിതയിൽ. ഇനി എന്തു പാടാൻ അവശ്രുതിയിൽ എൻ്റെ ചിരകാല മോഹത്തിൻ വെൺചിതയിൽ. ആകാശം നോക്കി ഉയർന്നപ്പോൾ ഭൂകമ്പം വീട്ടിയ ഗോപുരം എൻ്റെ ദുഃഖം. ആകാശം നോക്കി ഉയർന്നപ്പോൾ ഭൂകമ്പം വീട്ടിയ ഗോപുരം എൻ്റെ ദുഃഖം. ഇനി ഈ പുസ്തകത്തിലെ അവസാനത്തെ കവിത, വാതിൽ തുറന്നിരുന്നു. വാതിൽ തുറന്നിട്ടിടുന്നു ഞാനിപ്പോഴും പാലകനില്ലാത്ത പൂവനം പോൽ. പൂന്തോട്ടത്തിന് കാവൽക്കാരനില്ല, പൂട്ടി സൂക്ഷിക്കുവാനാണില്ല. അവന് പൂവനം തുറന്നിടുകയാണ്. വാതിൽ തുറന്നിട്ടിടുന്നു ഞാനിപ്പോഴും പാലകനില്ലാത്ത പൂവനം പോൽ. നീ വരികില്ല എന്നതോർത്തുകൊണ്ടേ നെടുവീർപ്പിൻ്റെ സംഗീതമേളമൂടെ. നീ വരികില്ലെന്നതോർത്തുകൊണ്ടേ നെടുവീർപ്പിൻ്റെ സംഗീതമേളമൂടെ. നിന്നിഴൽ പോലും ഇന്നന്യമെന്നോർത്തൻ്റെ കണ്ണിലെ അരുവികൾ ഒഴുകി വറ്റി. നിന്നിഴൽ പോലും ഇന്നന്യമെന്നോർത്തൻ്റെ കണ്ണിലെ അരുവികൾ ഒഴുകി വറ്റി. നിൻ ചിരി കണ്ടു പടർന്നൊരു മുല്ലത്തൈ എന്നെ കരിഞ്ഞു മറഞ്ഞു മണ്ണിൽ. എങ്കിലും ഈ കുടിൽവാതിലടയ്ക്കാതെ എന്നും ഉറങ്ങിയുണർന്നിടുന്നേൻ. എങ്കിലും ഈ കുടിൽവാതിലടയ്ക്കാതെ എന്നും ഉറങ്ങിയുണർന്നിടുന്നേൻ. നീ വരുന്നില്ലെങ്കിലെന്ത് പ്രഭാതത്തിൻ പൂവയിൽ കോലം വരയ്ക്കുമെന്നും. നീ വരുന്നില്ലെങ്കിലെന്ത് പ്രഭാതത്തിൻ പൂവയിൽ കോലം വരയ്ക്കുമെന്നും. പക്ഷം വെളുക്കുമ്പോൾ രാപ്പക്ഷി പാട്ടിനോടൊപ്പം നിലാവിൻ്റെ പൂന്തുകിലും. പക്ഷം വെളുക്കുമ്പോൾ രാപ്പക്ഷി പാട്ടിനോടൊപ്പം നിലാവിൻ്റെ പൂന്തുകിലും. എത്തും നിശീഥിനി തോഴിയായി നിത്യവും സത്യം തമസ്സാണു രണ്ടുപേർക്കും. എത്തും നിശീഥിനി തോഴിയായി നിത്യവും സത്യം തമസ്സാണു രണ്ടുപേർക്കും. ആരൊക്കെയോ വന്നു പൂനുള്ളിയോടുന്നു ആരാമക്കാവലാളില്ലായികയാൽ. ആരൊക്കെയോ വന്നു പൂനുള്ളിയോടുന്നു ആരാമക്കാവലാളില്ലായികയാൽ. ചില്ലകൾ നിസ്സംഗം നോക്കി നിൽപ്പൂ
നുള്ളിൻ വേദന പോലും മറന്ന പോലെ ചില്ലകൾ നിസ്സംഗം നോക്കി നിൽപ്പൂ. നുള്ളിൻ വേദന പോലും മറന്ന പോലെ ലാഭനഷ്ടങ്ങൾ തൻ ഗന്ധ ദുർഗന്ധങ്ങൾ മാറി മറിഞ്ഞു വരുന്ന വാഴ്വിൽ. ലാഭനഷ്ടങ്ങൾ തൻ ഗന്ധ ദുർഗന്ധങ്ങൾ മാറി മറിഞ്ഞു വരുന്ന വാഴ്വിൽ. വാതിലിനോടാമ്പരന്തിന് കാറ്റിന്റെ പാദസരം വന്നു പാടിടട്ടെ. ഇഷ്ടമെനിക്കിപ്പോൾ നിന്നെ എന്നോതി എൻ സ്വത്വവുമായി മൃത്യു പോകും വരെ. ഇഷ്ടമെനിക്കിപ്പോൾ നിന്നെ എന്നോതി എൻ സ്വത്വവുമായി മൃത്യു പോകും വരെ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ മരണം വരുന്നത് വരെ ഞാൻ ഈ വാതിൽ തുറന്നിരുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളന വേദിയെ ധന്യമാക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി, ബഹുമാന്യനായ ശ്രീ ഋഷിരാജ് സിംഗ്, ബഹുമാന്യനായ ശ്രീമതി ഡോക്ടർ ബി സന്ധ്യ, ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ ഇന്ദിര അശോക്, സദസ്സിലുള്ള സഹോദരിമാർ, നല്ല മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു ബലത്തിൽ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ശാരീരിക അവശതകൾ മറന്ന് ഇവിടെ തൽക്കാലം നിൽക്കുക. കാരണം ഈ വേദിയിൽ വരാതിരിക്കുക എന്നത് എനിക്ക് ചിന്തിക്കാനാവുന്ന കാര്യമല്ല. DC ബുക്സിൻ്റെ 18ാമത് ഈ അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൽ എൻ്റെ ഒരു ഭാഗഭാഗിത്വം, എൻ്റെ ഒരു സ്പർശം കൂടി ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എല്ലാ വർഷവും ഈ ഉത്സവം ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സംഘാടകനായി ഒരു ആതിഥേയൻ്റെ രൂപത്തിൽ ഞാനിവിടെ പ്രത്യക്ഷപ്പെടുക പതിവാണ്. ഇക്കൊല്ലം കേവലം ഒരു അതിഥിയാകാനേ എനിക്ക് സാധിച്ചുള്ളൂ എന്ന് DC ബുക്സിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ക്ഷമാപണപൂർവ്വം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഭാവനയുള്ള, പ്രതിഭയുള്ള, എഴുത്തിനെ മാനിക്കുന്ന സാംസ്കാരിക ബോധമുള്ള ഒരു പ്രസാധകൻ ഉണ്ടാവുക എന്നത് ഒരു ഭാഗ്യം ആണ്. എന്നെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കൂട്ടായ സംരംഭമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഒരിക്കൽ തളർന്ന് വീണപ്പോൾ ഞങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഉയർന്നു വന്ന സാംസ്കാരിക ശക്തിയാണ്, അനുഗ്രഹ കേന്ദ്രമാണ് ശ്രീ DC കിഴക്കേമുറി. DC സാറിൻ്റെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ പുസ്തകോത്സവം ഇവിടെ നടക്കുന്നത്. ആ 100ാം ജന്മവാർഷികത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 100 പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നു. അതിലൊരു പുസ്തകം എൻ്റേതും ആണ് എന്നുള്ളത് ഇപ്പോഴത്തെ പുസ്തകമല്ല, നവംബറിൽ പുസ്തകപ്പെടുത്താൻ പോകുന്ന എൻ്റെ പുതിയ പുസ്തകം യോർദാൻ ഒഴുകുന്നത് എവിടേക്കാണ് എന്ന എൻ്റെ പുതിയ നോവൽ. അത് DC സാറിന് വേണ്ടി ഞാൻ അർപ്പിക്കുന്ന എൻ്റെ ഒരു നമസ്കാരം ആണ്. അപ്പോൾ ഞങ്ങൾ എഴുത്തുകാരുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച മഹാനാണ് DC കിഴക്കേമുറി. ആ സ്മരണയ്ക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ ഹൃദയത്തിൽ മുഖം ചേർത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരനാണ് ശ്രീ രവി DC. രവിക്ക് എൻ്റെ ഏറ്റവും വലിയ ഹൃദയംഗവുമായ സ്നേഹ ആശ്ലേഷം. DC ബുക്സിന് എല്ലാ അഭിനന്ദനങ്ങളും എൻ്റെ സ്നേഹപൂർണമായ നമസ്കാരം. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ പുസ്തകത്തിലേക്ക് പ്രവേശിക്കും മുൻപ് എനിക്ക് സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ, എനിക്ക് പ്രകാശിപ്പിക്കാൻ ഭാഗ്യമുണ്ടായ ഈ 3 പുസ്തകങ്ങളെക്കുറിച്ച് 2 വാക്കുകൾ പറയേണ്ടത് സങ്കടമാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലെ ധന്യമായ ഒരു അനുഭവം ആണ്. ഒരു കവി എന്നുള്ള നിലയിൽ, നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ, ചലച്ചിത്ര രംഗത്ത് തനിമയാർന്ന ശൈലി രൂപപ്പെടുത്തിയ എഴുത്തുകാരനും സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവും
ബഹുനിലകളിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ ഏറ്റവും മികവുറ്റതാക്കുന്ന പ്രതിഭാശാലിയാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ പുത്രലാഭം എന്ന ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ എൻ്റെ കൈകളാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് ഞാൻ പറയുക. നിയോഗം എന്ന വാക്കിൽ എനിക്കതിനെ പറയാൻ കഴിയുന്നുള്ളൂ. ശ്രീ തമ്പി കവിത ചൊല്ലാൻ എങ്ങനെ മടിച്ചുവോ അതുപോലെയാണ് ഈ പുസ്തകം ഞാനിങ്ങനെ തുറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നത്. രാജകുമാരൻ തമ്പി എൻ്റെയും മകനായിരുന്നു, അല്ലെങ്കിൽ കൊച്ചു അനുജനായിരുന്നു എന്ന് മാത്രമേ ഈ സമയത്ത് ഹൃദയം നിറഞ്ഞ കണ്ണുനീരോടുകൂടി പറയാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ. കൂടി പറയുന്നില്ല, അപ്പോൾ ഞാൻ മറിക്കുന്നു. പക്ഷേ ഇതിനകത്ത് പറയുന്നുണ്ട് അച്ഛനും ഗുരുവായ മകൻ എന്ന്. പെട്ടെന്ന് മറിച്ചപ്പോൾ കണ്ടൊരു ഭാഗമാണ്. അതുപോലെ ഓങ്കാരത്തിൽ ലയിച്ച പുത്രനെ കുറിച്ച് കവിത എഴുതിയിരിക്കുന്നു. ആദ്യ പുത്രലാഭം എന്നുള്ള ഈ കവിതയിൽ ശ്രീകുമാരൻ തമ്പി ഒരു പുസ്തകം, ഒരു കാവ്യം കൂടി നമുക്ക് സമ്മാനിച്ചു എന്ന് ഇപ്പോൾ നമുക്ക് സമാധാനപൂർവ്വം ഓർമ്മിക്കുക, അത്രമാത്രം. ശ്രീമതി ബി സന്ധ്യയുടെ ഒരു കവിത അടുത്ത കാലത്ത് വളരെയേറെ കോളിളക്കം ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു കവിത എന്നുള്ള നിലക്ക് എനിക്കിങ്ങനെയാകാനേ കഴിയൂ എന്ന ആ കവിത വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കവിതയാണ്. ആ കവിത വായിച്ച സമയത്ത് കവിയത്രിയെ നേരിട്ട് വിളിക്കാനും എനിക്ക് ഒരു പ്രചോദനം ഉണ്ടായി. കാരണം അവർക്ക് അങ്ങനെയാകാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ സന്തോഷം. നമ്മുടെ സർക്കാർ ജീവിതത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ പെടുന്നവർക്ക് നാവും കണ്ണും കാതും വയ്യ. ഒരുമാതിരി എന്താ പറയുന്നത് ബന്ധീകരിക്കപ്പെട്ട ജീവിതമാണ് സർക്കാർ ഉദ്യോഗം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ആടിത്തിമിർക്കുന്ന ഒരു വർത്തമാനകാലത്താണ് നാം നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കുറച്ചൊന്ന് സംസാരിക്കാൻ, തൻ്റെ ഇടത്തോടുകൂടി ഒന്ന് സംസാരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാനും സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ അധികാരം ചിന്തിക്കുന്നത് എന്ന് മുൻകൂർ ഭാവന ചെയ്ത് മനസ്സിലാക്കി അതിന് അനുരൂപമായി തൻ്റെ വീണ മീട്ടുകയാണ് പലപ്പോഴും നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പോലും ചെയ്യുന്നത് എന്നുള്ളത് ദുഃഖകരമായ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പ്രതിഷേധാർഹമായ കാര്യങ്ങൾ മുന്നിൽ വെച്ച് അതിന് കാവ്യ രൂപം കൊടുക്കാൻ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിന് കാവ്യ രൂപം കൊടുക്കാൻ ശ്രീമതി ബി സന്ധ്യ തയ്യാറായത്. സന്ധ്യ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. കഥകൾ എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യത്തിൽ ഞാൻ പഴയ ഒരു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ബാലസാഹിത്യത്തിൽ അവരുടെ സംഭാവനകൾ വളരെ വളരെ വലുതാണ് എന്നും ഞാൻ വിചാരിക്കുന്നു. ഒരു കവിത എഴുതിയാണ്. അപ്പോൾ ഇവിടെ പോലീസുകാരിയായ അല്ലെങ്കിൽ കാക്കി ധരിക്കുന്ന സന്ധ്യ എഴുതിയ കവിത എന്നുള്ള അർത്ഥത്തിൽ അരവിന്ദൻ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. കാരണം കവിതയ്ക്ക് കാക്കിയുമില്ല കാഷായവുമില്ല എന്നുള്ളതാണ് ഒരു സത്യം. മറിച്ച് കവിതയ്ക്ക് കവിത മാത്രമാണ് വിഷയം. ഇവിടെ ഈ സന്ധ്യ എഴുതിയ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ഞാൻ പറയട്ടെ, അത് സത്യം എന്ന വാക്കാണ്. സത്യം എന്ന വാക്കാണ്. എന്തിനാണ് ബി സന്ധ്യ കവിത എഴുതുന്നത്? അതൊരു സത്യാന്വേഷണമാണ്, സത്യത്തെ തേടലാണ്, സത്യത്തിൻ്റെ സൗന്ദര്യം ആവിഷ്കരിക്കലാണ് അവരുടെ കവിതയുടെ രഹസ്യം എന്ന് എനിക്ക് തോന്നുന്നു. ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ പറയാൻ സാധിക്കില്ലല്ലോ, അത് മറ്റൊരു അവസരത്തിൽ പറയാം. പ്രൊഫസർ ഇന്ദിര അശോക് പ്രൊഫസറാണ്. നമ്മുടെ ചേർത്തല SN കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. വളരെ പ്രഗത്ഭയായ അധ്യാപിക, പ്രശസ്തയായ കവയത്രി. ഞാൻ ഇന്ദിര അശോകിൻ്റെ കവിതകൾ മലയാളത്തിലും മാതൃഭൂമിയിലും അതുപോലെ തന്നെ
കലാകൗമുദിയിലും ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവം ആ കവിതകൾ വായിക്കാറുണ്ട്. കാരണം നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ മനോഹരമായ ഒരു സ്പർശം എല്ലാ കവിതകളിലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. കവിത അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് ഇപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ചിന്തയുടെ തലങ്ങളിൽ അല്ലെങ്കിൽ ഉപരിപ്രമമായി ഒഴുകിപ്പോകുന്ന നമ്മുടെ കാവ്യ രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരാത്മീയ അനുഭൂതി സൃഷ്ടിക്കുന്ന, നമ്മുടെ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മുടെ പാരമ്പര്യ ശീലുകൾ അനുശീലനം ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ കവിതകളാണ് ശ്രീമതി ഇന്ദിര അശോക് എഴുതുന്നത്. നിലാവ് എഴുതുമ്പോൾ എന്ന ഈ പുതിയ കാവ്യ സമാഹാരം തീർച്ചയായും ഇന്ദിരയുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ ആവിഷ്കാരം ആണ്. എനിക്കൊരു സന്തോഷം ഈ രണ്ടുപേരെ കുറിച്ചും പറയുമ്പോൾ ഉള്ളത്, രണ്ടുപേരും കവിത എഴുതുന്നു എന്നുള്ളത് പോലെ തന്നെ മനോഹരമായ ഗദ്യം, കാവ്യ സ്വഭാവമുള്ള ഗദ്യം എഴുതുന്നവരും ആണ്. ഇന്ദിരയുടെ ഏറ്റവും പുതിയ പുസ്തകം എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മനോഹരമായ ഗദ്യകൃതിയാണ്. ഗദ്യം എന്നതിനെ വിളിക്കാൻ എനിക്കിഷ്ടമില്ല, അത് കവിതയാണ്, അല്ലെങ്കിൽ കവിതയുടെ മുഴുവൻ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് എന്ന് എനിക്ക് എൻ്റെ അവതാരികയിൽ എഴുതാൻ ഉള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് ഇന്ദിര അശോക് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. ഈ മൂന്ന് പേരും കവിതയ്ക്ക് പ്രാമുഖ്യം നൽകുമ്പോൾ മറ്റു രംഗങ്ങളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും നൽകുന്ന ആളുകൾ, നൽകുന്ന പ്രശസ്തരായ നമ്മുടെ കലാകാരന്മാർ ആണ്. അപ്പോൾ ആ കൂട്ടത്തിലൊന്ന് കൂട്ടം തെറ്റി പറക്കുന്ന ഒരു കറുത്ത പക്ഷിയാണ് ഞാൻ എന്നെനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ സ്പർശിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന സാഹിത്യശാഖ കവിത മാത്രമാണെന്നാണ് തോന്നുന്നത്. ഇരിക്കട്ടെ, ഇവിടെ പ്രകാശിപ്പിച്ച എൻ്റെ പുസ്തകത്തെക്കുറിച്ച് കൂടിയും 2 വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആ പുസ്തകം ദ സീ വിത്തിൻ എന്ന നോവൽ ആണ്. നോവൽ എന്ന് പറയുമ്പോൾ എൻ്റെ 40 വർഷം മുൻപ്, നിങ്ങൾ പലരും ഒരുപക്ഷെ കുട്ടികളായിരുന്ന കാലത്ത് പ്രകാശനം ചെയ്ത പുസ്തകമാണ് ഉൾക്കടൽ എന്ന എൻ്റെ 2ാമത്തെ നോവൽ. പിന്നീട് അത് 6 വർഷം കഴിഞ്ഞ് ചലച്ചിത്രമായി നമ്മുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുകയും ആദ്യത്തെ ക്യാമ്പസ് സിനിമ എന്ന് കൊണ്ടാടപ്പെടുകയും ചെയ്തു. വേണു നാഗവള്ളിയും ശോഭയും തിലകനും ഒക്കെ അഭിനയിച്ച ആ മനോഹരമായ ചിത്രം, MP ശ്രീനിവാസന്റെ സംഗീതവും ONVയുടെ ഗാനങ്ങളും ഒക്കെ ചേർന്ന് മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച കാവ്യസുന്ദരമായ ഒരു ചലച്ചിത്രമായിരുന്നു അത് എന്ന് ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. അതിന് ആധാരഭൂമികയായി നിന്ന എൻ്റെ നോവലാണ് ഉൾക്കടൽ എന്ന നോവൽ. അതിൻ്റെ രചനയുടെ 40ാം വർഷത്തിൽ ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ DC പുറത്ത് കൊണ്ടുവരികയാണ്. പ്രശസ്ത അധ്യാപകനായ ഡോക്ടർ CC തോമസും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി നോബി മേരി തോമസും ചേർന്ന് പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. ആ ദമ്പതികളുടെ ഒരു സംഭാവന കൂടിയാണ് എൻ്റെ ഈ ദ സീ വിത്തിൻ എന്ന ഈ പുതിയ പുസ്തകം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. എന്നോട് ഈയിടെ കേരള കൗമുദിയുടെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന സുഹൃത്തുക്കൾ പ്രേംലാൽ എന്നോട് ചോദിച്ചു, 40 കൊല്ലം മുമ്പ് എഴുതിയതാണല്ലോ ഉൾക്കടൽ, പ്രണയമാണ് വിഷയം, പ്രണയത്തിന്റെ ഒരു ഉസ്താദ് എന്ന് എനിക്ക് പേര് വീണ ഒരു പുസ്തകമാണ് ഉൾക്കടൽ എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പൊ 40 കൊല്ലം മുമ്പ് നിങ്ങൾ പ്രണയത്തെ കുറിച്ച് എഴുതി. കഴിഞ്ഞ വർഷം ഇറക്കിയ പുസ്തകത്തിന്റെ പേരും പ്രണയ താഴ്വരയിലെ ദേവദാരു എന്നാണ്. അത് DC-യുടെ പുസ്തകമാണ്. പ്രണയ താഴ്വരയിലെ ദേവദാരു. 40 കൊല്ലം കൊണ്ട് ഈ പ്രണയത്തിന് എന്ത് ഭേദം വന്നിട്ടുണ്ട്? ഉൾക്കടലിലെ പ്രണയം തന്നെയാണോ ഇപ്പോഴത്തെയും പ്രണയം എന്നൊരു ചോദ്യം എന്നോട് ഉന്നയിക്കുകയുണ്ടായി. എനിക്ക് പറയാൻ തോന്നിയ കാര്യം പ്രണയ നദി ഒഴുകുകയാണ് എന്നാണ്. യോർദാൻ ഒഴുകുന്നത് പോലെ പ്രണയ നദി ഒഴുകുകയാണ് ചെയ്യുന്നത്. ഗംഗ ഒഴുകുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ചിലമ്പിച്ച ശബ്ദത്തോടുകൂടി ഒഴുകി വരുന്ന ഗംഗ പിന്നീട് നമ്മുടെ ഭൂമികയെ ഉർവരമാക്കിക്കൊണ്ട് ഒഴുകി അതിൻ്റെ പതനസ്ഥാനത്ത് എത്തുന്നു. ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി ഒഴുകുകയാണ്. അതുപോലെ
നമ്മുടെ പ്രണയ നദിയും ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്യാമ്പസിൽ ഇപ്പോൾ പ്രണയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനല്ല ഉത്തരം പറയേണ്ടത്, ഒരു പക്ഷേ ഇന്ദിര അശോക് ആണ് എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ക്യാമ്പസിൽ പ്രണയമുണ്ടോ എന്നെനിക്കറിയില്ല, എഴുത്തുകാരുടെ മനസ്സിൽ പ്രണയമുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിന് പ്രായഭേദം ഇല്ല. എഴുത്തുകാരുടെ മനസ്സിൽ പ്രണയമില്ല എങ്കിൽ എഴുത്ത് സംഭവിക്കുന്നില്ല, കവിത ജനിക്കുന്നില്ല, കഥ രൂപപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സാഹിത്യത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള മധുരമായ അംശം എന്ന് പറയുന്നത് പ്രണയം ആണ്. പ്രണയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. പ്രണയമുള്ളത് സിനിമാക്കാർക്ക് മാത്രമല്ല എന്നും എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ്. കാരണം സിനിമ അഭിനയമാണ്, സാഹിത്യം എന്ന് പറയുന്നത് ജീവിതമാണ്, കല എന്ന് പറയുന്നത് ഒരു ആദർശമാണ് എന്നുള്ള ഒരു ബോധവും ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ് എന്ന് പലപ്പോഴും പല പ്രകടനങ്ങൾ ഈ വർത്തമാനകാലത്ത് കാണുന്ന ഒരു ഘട്ടത്തിൽ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. സാഹിത്യത്തെ പുറകോട്ട് മാറ്റാൻ സിനിമയ്ക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട് അത് എന്ന് ഈ വേദിയിൽ വെച്ച് ശക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അത് പറയേണ്ടത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ അധികാരമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പി നാളെ ഓർമ്മിക്കപ്പെടുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി എന്നുള്ള നിലയിൽ, കഥാകൃത്ത് എന്നുള്ള നിലയിൽ, സാഹിത്യകാരൻ എന്നുള്ള നിലയിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമ്പിയുടെ കവിതയുടെ സമാഹാരം എൻ്റെ മേശപ്പുറത്ത് ഞാൻ ഒഴിയാതെ സൂക്ഷിക്കുന്ന സമാഹാരമാണ്. നമ്മുടെ കവിയാണ്, കഥാകാരനാണ്, എഞ്ചിനീയറുടെ വീട്, സുന്ദരമായ പുസ്തകം. അങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുക. ഷേക്സ്പിയർ ഓർമ്മിക്കപ്പെടുന്നത് എത്ര ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നുള്ളതിൻ്റെ പേരിലല്ല. അത് ഒരു ചലച്ചിത്രത്തിലും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ചലച്ചിത്രമായിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ചലച്ചിത്രത്തിൻ്റെ ഒരു വർത്തമാനകാല ഭംഗികളിൽ ഭ്രമിച്ചിട്ട് ചിന്തിക്കുന്നത് സാഹിത്യം സിനിമയ്ക്ക് പിറകെ നിൽക്കുന്ന, പിറകിൽ നിർത്തേണ്ട കാര്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ദയവായിട്ട് അതിൽ നിന്ന് എല്ലാവരും പിന്മാറുന്നത് സംസ്കാരത്തിന് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. മതിൽ ചാടുന്ന കന്യാസ്ത്രീ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ മഠത്തിൽ സന്യാസാശ്രമങ്ങളിൽ ശാന്തമായി പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുന്ന കന്യാസ്ത്രീയുടെ ജീവിതവും വിലപ്പെട്ടതാണ്, മാനിക്കേണ്ടതാണ് എന്ന് മറ്റൊരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഭ്രമണപഥത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന ആളുകളല്ല സംസ്കാരത്തെ നിലയ്ക്ക് നിർത്തുവാൻ കടപ്പെട്ടവർ, അധികാരപ്പെട്ടവർ, അല്ലെങ്കിൽ നേരെ നിർത്തുന്നവർ എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇപ്പൊ നമ്മൾ സർക്കസിൽ, ഭ്രമണപഥത്തിൽ സർക്കസ് നടത്തുമ്പോൾ ഒരാൾ തെറിച്ചു വീണു, അതൊരു വാർത്തയാവും, അതൊരു വാർത്തയാണ്. പക്ഷേ ആ ഭ്രമണപഥത്തിലൂടെ ഓട്ടം പൂർത്തിയാക്കുന്നയാൾ ചിലപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചില്ല എന്ന് വരും. പക്ഷേ ആ പൂർത്തിയാക്കുന്നയാളാണ് തൻ്റെ കല പൂർണ്ണമായി വിജയിപ്പിച്ചത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അറിയേണ്ടവർക്കെല്ലാം അത് അറിയുകയും മനസ്സിലാക്കേണ്ടവരെല്ലാം അത് മനസ്സിലാക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവണം. സാഹിത്യം എന്ന് പറയുന്നത് സൂക്ഷ്മമായി ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതാണ്, നമ്മുടെ ജീവിതത്തെ ഉന്നമിപ്പിക്കുന്നതാണ്, കാലത്തെ വളർത്തുന്നതാണ്. ചലച്ചിത്രവും തീർച്ചയായിട്ടും അതെ. പക്ഷേ ശാശ്വതമായ നിലനിൽപ്പെന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല, അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളൊക്കെ കുറച്ചൊരു സാംസ്കാരിക ബോധത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ എഴുത്തിൻ്റെ വഴിയുണ്ട്, കഥയ്ക്ക് കഥയുടെ വഴിയുണ്ട്, കവിതയ്ക്ക് കവിതയുടെ വഴിയുണ്ട്. അതൊരിക്കലും മറ്റൊരു വർത്തമാനകാല ആകർഷണമായ കലാരൂപത്തിന്റെ പിറകെ നടക്കാനുള്ളതല്ല എന്നുള്ള ബോധം നമ്മുടെ കാലത്തിന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ സിനിമ ഓൾഡ് ജനറേഷൻ ആവും. തീർച്ചയായും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ വളർന്ന് വലുതാവും, അവർ കല്യാണം കഴിക്കും, അവർ ഭാര്യയെ വീട്ടിൽ പാർപ്പിക്കേണ്ടി വരും, മക്കളെ വളർത്തേണ്ടി വരും. മക്കളും ഭാര്യയും എന്ന് പറയുന്ന ഈ സംഭവം വഴിയിൽ വലിച്ചെറിയപ്പെടാനുള്ളതല്ല എന്നുള്ളൊരു ബോധം നമ്മുടെ കുട്ടികൾക്ക് ഈ ന്യൂ ജനറേഷന് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സാംസ്കാരിക ബോധമുള്ള എഴുത്തിന്റെ വഴികളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാളിദാസനെയും ഷേക്സ്പിയറെയും വിട്ടിട്ടൊരു സാഹിത്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചിന്തിച്ച് സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന
വിധത്തിലുള്ള മനോഹരമായ സൃഷ്ടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അത്തരം നല്ല പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ DC ബുക്സ് നിവർത്തിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളൂ, ഒറ്റ വാക്യം പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ മാസം ദുബൈയിൽ പോയിരുന്നു. അവിടെ ബുർജ് ഖലീഫ എന്ന ലോകത്തിലെ മഹാ അത്ഭുതത്തിന്റെ ചുവട്ടിൽ ഞാൻ പോയി ഒരു ദിവസം മുഴുവൻ നിന്നുകൊടുത്തു. കാരണം അവിടെ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടിട്ടാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ, മനോഹരമായ വെണ്മയുള്ള പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് കണ്ടു നിന്നപ്പോൾ എന്തൊരു അത്ഭുതമാണ്, എന്തൊരു നിർവൃതിയാണ്, എന്തൊരു സംസ്കാരത്തിന്റെ എന്തൊരു മഹാസ്പർശമാണ് ഹൃദയത്തിൽ അനുഭവപ്പെട്ടത് എന്നെനിക്ക് തോന്നി. ആ പുസ്തകങ്ങൾ വാസ്തവത്തിൽ ഒരു നോക്ക് കാണാൻ കഴിയാതെ സിനിമാ പോസ്റ്ററുകൾ മാത്രം കണ്ടുകൊണ്ട് ജീവിതം നയിക്കാം, ജീവിതം വിജയിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ശരിയാവൂ എന്ന് ഒരു എളിയ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ സംശയം. എൻ്റെ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ വളരെ വിനയപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു. അതിന് ഭാഗ്യം എന്നെ അനുവദിച്ചു. അതിന് എല്ലാ പിന്തുണയും സഹായവും നൽകിയ പ്രിയപ്പെട്ട രവി GCയെ ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ നമസ്കാരം അറിയിച്ച് ഈ വർത്തമാനം ഇവിടെ അവസാനിച്ചു. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ശ്രീ ഋഷിരാജ് സിംഗ് IPS ക്ഷണിക്കുന്നു. വേദിയിൽ ഇരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, രവി എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചു. അതിനുവേണ്ടി DC ബുക്കിനോടും പിന്നെ രവിനോടും എനിക്ക് നന്ദിയുണ്ട്. PG തേൻസിംഗ് നമ്മുടെ സുഹൃത്തായിരുന്നു. 1986 IAS അദ്ദേഹത്തിന് കിട്ടി. ഇവിടെ വന്നു. ഞാൻ 1985 വന്നതാണ്. അദ്ദേഹം 1987 അത് 1986 വന്നത്. ഒരു ഏകദേശം 24 വർഷത്തുള്ള സർവീസ് കഴിഞ്ഞിട്ട് ശേഷം അദ്ദേഹം ക്യാൻസർ അടിച്ച് 2010 അദ്ദേഹം നമ്മളോട് വിട്ടിട്ട് മറ്റേ ലോകത്തിലേക്ക് പോയി. അദ്ദേഹം ഒരു ഓഫീസർ മാത്രമല്ല, അതിനേക്കാൾ നല്ലതൊരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 1998 LTCയിൽ ഞാൻ സിക്കിമിലേക്കാണ് പോയത്. ആ സമയം അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഡെപ്യൂട്ടേഷനിൽ സിക്കിമിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസറായിട്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ട് എന്നെയും എൻ്റെ ഫാമിലിയെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ 4 ദിവസം അദ്ദേഹം ഞങ്ങളെ അവിടെ താമസിപ്പിച്ചു. അദ്ദേഹം തന്നെ വണ്ടി ഓടിച്ചിട്ട് സിക്കിമും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെ മറ്റേ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ അവിടെ കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ. ഡു നോട്ട് ആസ്ക് ടു ഓൾഡ് ബ്ലോക്സ് ഫോർ ഡയറക്ഷൻ. പണ്ട് 1 വർഷം മുമ്പാണ് ഞാൻ വായിച്ചത്. നേരത്തെ വായിക്കാമായിരുന്നു, പക്ഷേ ആ പുസ്തകം പെൻഗ്വിൻ റിലീസാണ്. ആ പുസ്തകം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ ഞങ്ങൾ പെൻഗ്വിൻകളോട് സംസാരിച്ചു. അവർ ഇതിൻ്റെ 2ാമത്തെ എഡിഷൻ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടുപോവുകയാണ്. ഈ പുസ്തകം ഒന്ന് വായിക്കണം. ഇപ്പോൾ അടുത്ത കാലത്തിൽ ഒരു സിനിമ വന്നിരുന്നു, നീല ആകാശം പച്ച ഭൂമി, നീല ആകാശം ചുവന്ന ഭൂമി പച്ചക്കടൽ പോലെയുള്ള ആ രീതിയിലുള്ള സിനിമ വന്നത് എപ്പോഴാണ്? അതിൻ്റെ ഡയറക്ടർ അത് എഴുതി വെച്ചിരിക്കുകയാണ് സിനിമയിൽ, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. സമീർ താഹിർ. അപ്പോൾ ആ സ്റ്റോറി ഇത് ഈ ബുക്കിനെ സംബന്ധിച്ചാണോ ഇല്ലാതെ എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം ഇവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ IAS കോളനിയിൽ ഇവിടെ നമ്മുടെ മിലേനിയം ക്വാർട്ടേഴ്സ് വന്നിട്ട് ഒരു സ്ഥലമുണ്ട് നമ്മുടെ ജഗതിയുടെ അടുത്ത്. അദ്ദേഹം അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം യാത്ര തുടങ്ങും ഈ കാര്യം എനിക്ക് അറിയാമായിരുന്നു. ഞാൻ അവിടെ പോയി. അപ്പോൾ മോട്ടോർ സൈക്കിളിന് റോയൽ എൻഫീൽഡിനാണ് പുള്ളി.
ഞങ്ങൾ ആ സമയത്ത് ഞാനും ഷീല തോമസിൻ്റെ ഹസ്ബൻഡ് കുട്ടപ്പനും മറ്റേ ഓഫീസർമാരെല്ലാം അവരുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അപ്പോൾ എന്നോട് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ഒരു നേരത്തെ തീരുമാനം എടുത്ത പോലെ ആയിരുന്നില്ല. ഈ ബുക്കിൻ്റെ പേര് സാഗർ തീരം മുതൽ ഹിമാലയ ശിഖരം വരെ ആണെങ്കിലും അദ്ദേഹം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഒരു സംസ്ഥാനത്തിൽ പോയ ശേഷം പുള്ളി തീരുമാനിക്കും ഇപ്പോൾ ഏത് സ്ഥലത്തിലേക്ക് പോകണം. ഒരു തീരുമാനമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഈ യാത്ര ചെയ്തത്. ഹിമാചൽ പ്രദേശിൽ എത്തിയ ശേഷമാണ് പുള്ളി രാജസ്ഥാനിലേക്ക് തീരുമാനമെടുത്തത്. ഒരു ഹിമാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഡൽഹിയോ അല്ലെങ്കിൽ രാജസ്ഥാനിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പുള്ളിനോട് ചോദിച്ചു, ഞാൻ കേരളം നിന്ന് സിക്കിം വരെ പോകാൻ തീരുമാനിച്ചാണെങ്കിലും ഞാൻ അതിൻ്റെ വഴികൾ ഇത് മാറ്റി, ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വളർത്തി. അപ്പോൾ അദ്ദേഹം പോകാത്ത ഒറ്റ സംസ്ഥാനമില്ല. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീസ, UP, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ് എല്ലാം. അതിൻ്റെ ഒരു സംബന്ധിച്ചുള്ള അദ്ദേഹത്തിനുള്ള ആ അനുഭവങ്ങൾ ഒന്ന് വായിക്കണം. ഈ തങ്ങൾ മലയാളത്തിൽ വായിക്കുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. കേരളത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമായ സ്ഥലം കോവളമായിരുന്നു. പിന്നെ അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് ഓരോരോ വാക്ക് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, വിശ്വാസ് മേത്തന് വേണ്ടി എഴുതിയിട്ടുണ്ട്, ഷീല തോമസിന് വേണ്ടി എഴുതിയിട്ടുണ്ട്, രവികാന്ത്, ജെയിംസ് വർഗീസ്, അവരെല്ലാം UKS ചൗഹാൻ, അവരെല്ലാം ബാച്ച്മേറ്റ്സാണ്. പിന്നെ അദ്ദേഹം ഏതോ ഒരു സ്ഥലത്തിൽ ഒരു പുട്ടിൻ്റെ കാര്യവും എഴുതിയിട്ടുണ്ട്. അത് തമാശ ആണെങ്കിലും അദ്ദേഹം എഴുതിയത് പുട്ടിൻ്റെ ആവിഷ്കാരം ഒരു വളരെ നേരത്തെ അദ്ദേഹം എഴുതിയ കാര്യമാണ്. ഇത് ഞാനല്ല പറയുന്നത്, താങ്കൾക്ക് വേണമെങ്കിൽ വായിക്കാം. താങ്കളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ചിലപ്പോൾ പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണെങ്കിൽ ഇയാൾ പുട്ട് തന്നാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഇയാൾ ശ്വാസം മുട്ടും, ഇല്ലെങ്കിൽ ഇയാൾ എവിടെ ഓടിക്കളയും. അദ്ദേഹം എവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി ഒരുപാട് നമ്മൾ എഴുതിയത് അതിൻ്റെ അകത്ത്. പിന്നെ യാത്രയിൽ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ചിലപ്പോൾ വഴികൾ തെറ്റി, നമ്മൾ വണ്ടി കേടായി, കാർഗിലിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ കൂടി ഒരുപാട് എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എന്നിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യും. പുള്ളി ഒറ്റയ്ക്കായിരുന്നു. നമ്മുടെ ഈ സിനിമ കാണുന്നത് അതിനകത്ത് രണ്ടാളുണ്ട്. ജീവതമം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ആണ് അവസാനത്തെ പുള്ളി സ്വന്തം നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ പറയാതെ താങ്കൾ തന്നെ ഈ ബുക്ക് നമ്മൾ വായിക്കുക. ഇത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി DC ബുക്സിനോടും ഈശ്വരൻ നമ്പൂതിരിനോടും പിന്നെ രവിനോടും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ബുക്ക് അവിടെ പ്രകാശിപ്പിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീമതി B. സന്ധ്യ IPSനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലുള്ള ആദരണീയരായ ശ്രീകുമാരൻ തമ്പി സാർ, ശ്രീ ജോർജ് ഓണക്കൂർ സാർ, ശ്രീ ഋഷിരാജ് സിംഗ് സാർ, ശ്രീമതി ഇന്ദിര അശോക്, DC ബുക്സിൻ്റെ മാനേജർ ശ്രീ അരവിന്ദൻ, സദസ്സിലുള്ള പ്രിയ സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ജോർജ് ഓണക്കൂർ സാറിൻ്റെ ഉൾക്കടൽ എന്ന പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ദ സീ വിത്തിൻ എന്ന പേരിൽ വളരെ മനോഹരമായ ഒരു പുസ്തകമായി ഇന്ന് എൻ്റെ കയ്യിൽ എത്തി.
വളരെ ഭംഗിയായിരിക്കുന്നു ഈ എഡിഷൻ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു ഉൾക്കടൽ. ഉൾക്കടലിലെ രാഹുലും റീനയും ഒക്കെ ഞങ്ങളുടെ കാലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്വന്തം കോളേജിലെ സഹപാഠികളെ പോലെ ആയിരുന്നു എന്ന് പറയുന്നത് വാസ്തവം. ആ പഴയ പൂക്കാലത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഈ പുസ്തകം ഇത്രയും മനോഹരമായി ഒരുക്കി DC പുറത്തിറക്കിയതുകൊണ്ട് ഇന്ന് സാധിച്ചു. ഏറെ സന്തോഷമുണ്ട്. ജോർജ് ഓണക്കൂർ മാഷിനെ ഉൾക്കടലിന്റെ കർത്താവ് എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ആദ്യം അറിയുന്നത്. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം എൻ്റെ കവിതകൾ വായിക്കുകയും പുസ്തക പ്രകാശന ചടങ്ങുകളിൽ എത്തുകയും പിന്നീട് തീർച്ചയായും ഒരു സഹോദര തുല്യം എന്നോടൊപ്പം എന്നും നിൽക്കുകയും ചെയ്ത ഒരു ഗുരുതുല്യനായ ആളെന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കുവാനായി സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു. വായനയെ തിരിച്ചു പിടിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ആകുലപ്പെടുന്ന ഇക്കാലത്ത് തീർച്ചയായും ഈ പുസ്തകം ഒരുപാട് വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്ന് മറിച്ചു നോക്കുവാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ശ്രമിച്ചു. ഏറ്റവും അധികം പാരായണ ക്ഷമതയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളെ എനിക്ക് അറിയില്ല. ഡോക്ടർ CC തോമസ്, ജീസസ് നോബി മേരി തോമസ് എന്ന് ഇവിടെ പേര് കാണുന്നു. ഏതായാലും അവർ ഈ ട്രാൻസ്ലേഷനിൽ അത്യന്തം നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മറിച്ച് നോക്കാൻ സാധിച്ചിട്ടുള്ളതെങ്കിലും ഭാഷയുടെ ന്യൂവാൻസസ് അത് ചോർന്നു പോയ ഒരു ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കാര്യവുമില്ല, കഥയുമില്ല. അപ്പം ആ കഥയുടെ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ മലയാള ഭാഷയുടെ ന്യൂവാൻസസ് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് എന്നതിൽ നമുക്ക് മലയാളത്തിന് വളരെയധികം അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വകയുണ്ട്. ഈ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്ന് ഈ നല്ല അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട എൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ പ്രസാധകർ പറയുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു പക്ഷേ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ എൻ്റെ കവിതകളുടെ ഒരു തിരഞ്ഞെടുത്ത സമാഹാരമായി കണക്കാക്കാം. 2001 റാന്തൽ വിളക്ക് വരുമ്പോൾ ഏതാണ്ട് അതിന് ഒരു 10 വർഷം മുമ്പ് വരെ എഴുതിയ കവിതകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം അങ്ങനെ നോക്കിയാൽ എന്തായാലും കഴിഞ്ഞ 20-23 വർഷത്തെയെങ്കിലും കവിതകൾ 87 കവിതകൾ അടങ്ങിയ ഈ സമാഹാരത്തിൽ ഉണ്ടാകും. അത് സന്തോഷമുള്ള കാര്യമാണ്. ഈ കവിതാ സമാഹാരം തീർച്ചയായും റാന്തൽ വിളക്ക് എന്ന എൻ്റെ ആദ്യ കവിതാ സമാഹാരവും റാന്തൽ വിളക്ക് എന്ന എൻ്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചതും DC തന്നെയാണ്. ആ റാന്തൽ വിളക്കിലെയും പിന്നീട് വന്ന സമാഹാരങ്ങളിലെയും ഒക്കെ ബാല കവിതകൾ അടക്കമുള്ള ചില കവിതകൾ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമാഹാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ കൂടാതെ ഏറ്റവും പുതിയ ഏതാനും കവിതകൾ കൂടി ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 23 വർഷത്തെ എൻ്റെ കവിതകളുടെ ഒരു സമാഹാരം ഒരു പുസ്തകമായി പുറത്തിറങ്ങുക ഏറെ സന്തോഷമുള്ള
കാര്യമാണ്. ഈ പുസ്തകം വളരെ മനോഹരമായ രീതിയിൽ മുരളി നാഗപ്പുഴയുടെ പെയിന്റിംഗ് ആണ് ഇതിന്റെ കവർ ചിത്രം. ഈ കവർ ചിത്രം കാണാൻ വേണ്ടി തന്നെ ഈ പുസ്തകം പലരും വാങ്ങിക്കാൻ ഇടയുണ്ടായെന്ന് തോന്നുന്നു. അത്ര മനോഹരമായ മലയാളത്തിന്റെ, കേരളത്തിന്റെ പ്രകൃതിയെ ഒപ്പിയെടുത്തിട്ടുള്ള വളരെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം, മുരളി നാഗപ്പുഴ ചിത്രം ഇതിന്റെ കവർ ചിത്രമായി ലഭിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കവിത വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ 20-23 വർഷത്തെ വിവിധ കാലങ്ങളിൽ എഴുതിയ കവിതകൾ ഇതിൽ തിരിച്ചറിയാൻ കൂടി സാധിച്ചേക്കും എന്നെനിക്ക് തോന്നുന്നു. വളരെ ചെറിയ ചില കവിതകൾ ഈ സമാഹാരത്തിലുണ്ട്. ഒപ്പം തന്നെ നീണ്ട കവിതകളും ഈ സമാഹാരത്തിൽ ഉണ്ട്. ഏറ്റവും ചെറിയ കവിത മുതൽ ഏറ്റവും വലിയ നീണ്ട കവിതകൾ വരെയുള്ളത് ഇടകലർത്തി വളരെ ഭംഗിയായി ഒരു മാല കോർക്കുന്ന രീതിയിൽ മനോഹരമായി GC പുസ്തകത്തെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം തീർച്ചയായും ആസ്വാദ്യകരം ആവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ പുസ്തകത്തിൽ നിന്ന് സ്ത്രീശക്തി എന്ന കവിതയിലെ ഏതാനും വരികൾ ഇവിടെ ആലപിക്കാം. ഒരു ചിറകരിഞ്ഞി പക്ഷിതൻ മറുചിറകിനൂക്കം കൂട്ടുവാൻ വെറുതെ ശ്രമിക്കുന്ന വേലയിൽ മറവിയിലാഴ്ന്നു പറക്കൽ. കാലമായാൽ ഈ പുഴുവിന്റെ വേഷം, കാലമായാൽ ഈ പുഴുവിന്റെ വേഷം മാറ്റി ശക്തി ചിറകെഴും ശലഭമായി പാറി സ്വന്തം ജീവചക്രത്തിൽ ഉദയചന്ദ്രികാദർശനം തേടിടും. ചോദ്യങ്ങളെയുക ചെറുത്തു നിൽക്കൂ സ്വയം, ചോദ്യങ്ങളെയുക ചെറുത്തു നിൽക്കൂ സ്വയം. ചത്തതിനൊപ്പമായി ജീവിപ്പതെന്തിന്? തുരുത്തുകളുടയ്ക്കുക, പങ്കുവയ്ക്കുക ദുഃഖം, ചേർത്തു വയ്ക്കുക ശക്തി, സംഭരിക്കുക ധൈര്യം. തുറപ്പിക്കുക അടഞ്ഞ വാതിലുകൾ, ഉലകളായി മാറ്റുക കഠിനാനുഭവങ്ങൾ, കടുത്ത വാക്കുകൾ. ചിത്രപതംഗങ്ങളല്ല, ചാവല്യഗേഹങ്ങളല്ല, ചാഞ്ചല്യ മൂർത്തികളല്ല, മെഴുതിരി നാളങ്ങളല്ല. ആർദ്രമാമഗ്നിനാളങ്ങൾ, അനസൂയ വിശുദ്ധമാം ശക്തിനാളങ്ങൾ. അനീതിതൻ സംഹാരമൂർത്തികൾ, അനശ്വര സ്നിഗ്ധമുകുളങ്ങൾ. നട തുറക്കുന്നു കാണുക മുന്നിലായി, അതിവിശാലമാം അക്ഷയ പൊൻപ്രഭ. ഇരുളുമായ്ക്കുക ജ്യോതിസ്സു പുൽകുക, കൈകൾ കോർത്തിനി ശക്തരായിടുക, കൈകൾ കോർത്തിനി ശക്തരായിടുക. ശ്രീമതി
ഇന്ദിരാ അശോകിന്റെ കവിതകൾ ആനുകാലികങ്ങളിൽ വളരെയധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെയധികം ഞാൻ പല കവിതകളും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പുതിയ കവിതാ സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. ഏറെ സന്തോഷമുണ്ട് അവരോടൊപ്പം വേദി പങ്കിടാനായതിൽ. ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഒരു കവിതയുടെ പ്രകാശ ഗോപുരത്തിൻ്റെ അടുത്ത് ഈ ദിവസം ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ കവിത ശ്രദ്ധിക്കാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഓണക്കൂർ മാഷും ശ്രീകുമാരൻ തമ്പി സാറും കൂടെ അടുത്തിരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രണയ നിലാവ് അങ്ങനെ പരന്നൊഴുകുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് ഇത് ആസ്വദിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ശ്രീ ടെൻസിംഗിന്റെ പുസ്തകം എനിക്ക് വായിക്കാൻ സാധിച്ചില്ല എന്ന ഒരു കുണ്ഠിതമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു മുതിർന്ന സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഒരു നിമിഷം ഞാൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ഏറ്റവും നല്ല മലയാളത്തിൽ ഋഷിരാജ് സിംഗ് സാർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. എനിക്ക് ഒരു അഭ്യർത്ഥനയാണുള്ളത്. നമ്മുടെ എല്ലാ ചാനൽ അവതാരകമാരെയും ഋഷിരാജ് സിംഗ് സാറിൻ്റെ അടുത്തേക്ക് ഒരാഴ്ച ട്യൂഷന് വിടണം സാർ. ഇവരെയൊക്കെ ഒന്ന് ശരിപ്പെടുത്തി തരണം സാർ. മലയാളം വളരെ മനോഹരമായ ഒരു ഭാഷയാണ്. അത് ഒഴുക്കോടുകൂടി സംസാരിക്കുന്നത് അതിന് മലയാളികൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും നമ്മുടെ ചാനൽ അവതാരകർ ഋഷിരാജ് സിംഗ് സാറിനെ മാതൃകയാക്കട്ടെ എന്ന് ആശിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ പുസ്തക മേളയിൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കപ്പെടട്ടെ. നല്ല നാളേക്കായി ഈ പുസ്തകമേള ഒരു കവാടമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകങ്ങൾ ഏറ്റവും ഭംഗിയായി ഒരുക്കിയ DC-ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ ഇന്ദിര അശോകിനെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരും സ്നേഹം നിറഞ്ഞവരുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സർ, ശ്രീകുമാരൻ തമ്പി സർ, കവിതയിൽ സഹയാത്രികയായ ശ്രീമതി ബി സന്ധ്യ IPS, ഋഷിരാജ് സിംഗ് സർ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, ഇത് ധന്യമായ മുഹൂർത്തമാണ്. പ്രകാശിതമായ പുസ്തകങ്ങളും അവരുടെ ഗ്രന്ഥകർത്താക്കളും നിറഞ്ഞ സദസ്സ്. കവിതയും സാഹിത്യവും കേൾക്കാൻ താല്പര്യപൂർവ്വം ഇരിക്കുന്ന സുമനസ്സുകൾ. ഇത് സന്ധ്യാകാലം. അവർക്ക് മുന്നിൽ ഞാൻ പ്രാർത്ഥന പോലെ വാരനാട്ടമ്മ എന്ന കവിത ചൊല്ലും. വാരനാട്ടമ്മ. വാതിലുകൾ വാമപുരഭാഗമതിലൂടെ പദവേഗമുടുരൗദ്രദിനി വാളുലികളരമണികൾ തുല്ലിയുകരും ത്വരിതനാദമതി താളമതിനി. വാതിലുകൾ വാമപുരഭാഗമതിലൂടെ പദവേഗമുടുരൗദ്രദിനി വാളുലികളരമണികൾ തുല്ലിയുകരും ത്വരിതനാദമതി താളമതിനി. ചോരനിറമാംബസന ഭീകരത നീലനിരയാഭരണ ചാരുതകപാലമുടൽ മൂടിയ വിലാസരസ വിശ്വകല ഭാവമവിരാമഭയങ്കരം. വാരമിതിലും നഗരഘോരമതിലും കഠിന കാലവിഭയൂറും
പതിത പാവിരൈ പ്രാണികുലവാദന വിഹാരമതിൽ ഈ മണയിൽ നൃത്തസുഖമേളപദ വിസ്തൃതിയിൽ മന്ത്രമുണരുന്ന മൃദുമന്ത്രണ രഹസ്മൃതിയിലാളൊടിയാൾത്തറയിലാരുമറിയാതെ പല പെരുവഴിയിൽ മാറി മറയും പ്രകടവേദികളിൽ വ്യാപൃതിയിൽ ദേവിയ ഭയങ്കരി ഈ നിലയമേതുമിച്ച യാമമതു നേരമതുമേതുമറിയില്ല വിധ നാളുകളിൽ നാമജപഗീതമുതിരും ജപന നാവുകളിൽ വ്യാപന മുഹൂർത്തമതിൽ ദൂരമൊരു കേവലത ധ്യാന നിമിഷങ്ങളലവാതയടയുന്ന തിരുവാതിലിനടുത്തപടി പാദശിരസാകെയൊരു പൂവിടരുമാർഗതയിൽ നീയുണരെ നിത്യപദ പൂജ പുനരർച്ചനകൾ സൂചനകൾ പോലും അതിലാലിലകളാടുമിരൽ കാലിൽ വഴി തീയുരുകി കോരിയ കുടങ്ങളിൽ കാലിൽ വഴി തീയുരുകി കോരിയ കുടങ്ങളിൽ പേറിയൊരു കുംഭവും ഓർമ്മകളിരംഭവും ഇരംഭവും കൂടെയുടൻ പോയി പഴയതായ പല ബിംബവും ക്ഷീണദുര ദുരിതഫല ജീവ പ്രതിബിംബവും ചേരുമതിലൂടൊഴുകി വീണു നിറയുന്നതിൽ ശോകസുഖ സങ്കുലതയാകെ മമ ഭക്തിയും നേരറിയെ നെഞ്ചു നിറയുന്ന അൻപിൻ പൊലിമ വാരിധിയിൽ തീരമറിയാത്ത സ്നേഹപ്പെരുമ ഏതു ഗൃഹമേതു ദിശയേറെ ഘനമാർന്നു തമസാകെ നിറയുന്ന പല രാവുകളിൽ പകലുകളിൽ പാദമിറുകി പുലരുമേകയമലംബമിതു ദേഹമറിയാദഹന പാവനത പൂർണ്ണതയിലാഴിയൊഴിയുന്ന ശിരസാകെയുലയുന്ന വപുസാടി നിറയുന്നവളിൽ ദേവിയ ഭയങ്കരി മൂകശിബിരം പെരുമുഴക്കമറിയുന്നതും മൂകശിബിരം പെരുമുഴക്കമറിയുന്നതും നീലപത്മങ്ങൾ ഇരുളായി വിടരുന്നതും വാനമതി ദീപപ്രകാശമറിയുന്നതും തൂകലുകൾ പോലെ ജലധാരമൊഴിയുന്നതും നീ നിലകളിൽ നടന തീവ്രതയിൽ ദിക്തമണ ചാതുരിയിൽ വീശി നിറയുന്ന കാറ്റായതും കാൽ കഴുകി തീർത്ഥമാകുന്ന മഴയായതും പൂവിലിൽ പൂത്തുനിറയുന്ന ജ്ഞാനായതും കോവിലുളടച്ച ശ്രീകോവിലുറന്നതും തീതിള തിളച്ച കുംഭം നിന്നിലേറ്റതും കാലതല ഭേദമറിയാതെ പല ദിക്കുകളിൽ കോളിജനമാർഗതറിയാതെ സിംഹകളിൽ യാനമിതിലും സമയദൂരമതിലും ഇടരുമേകമനസാഞ്ചലനധാരയതിലും ചെറിയ താരകമതിഭ്രമണ പാതയിൽ മഹാസ്ഫുരണ ഗോപുരമതിൽ വലയമായി വിലയമാകയതുപോലെ പ്രതിദിനപദവും ഈ വഴി പ്രദക്ഷിണവും ആരതികളിൽ നിറയുന്ന ശുഭജീവിതം. ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി DC ബുക്സ് എഡിറ്റോറിയൽ സമിതിയിലെ ശ്രീ അനൂപിനെ ക്ഷണിക്കുന്നു. ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ശ്രീ മോരൻ സർ, ജോർജ് ഓണക്കൂർ സർ, ശ്രീ ഋഷിരാജ് സിംഗ് IPS, ശ്രീമതി ബി സന്ധ്യ IPS, ശ്രീമതി ഇന്ദിര അശോക് എന്നിവർക്ക് DC ബുക്സിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ സദസ്സിൽ സന്നിഹിതരായിരുന്ന വായനാ പ്രേമികൾക്കും മാധ്യമ പ്രവർത്തകർക്കും നന്ദി. വിദ്യാരംഗം കലാസാഹിത്യവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും. സ്നേഹ
ആദ്യം അരുൺ നിങ്ങളുടെ മുന്നിൽ ഭരതനാട്യം അവതരിപ്പിക്കുന്നു. മഹേശ്വരി ഉലകായ നായകി ഉടൻ വന്ദരുൾ അരുളായി ശങ്കരി കൃപാകരി ദിനം മഹേശ്വരി ഉലകായ നായകി ഉടൻ വന്ദരുൾ അരുളായി ശങ്കരി
ഭരതനാട്യം അവതരിപ്പിച്ചത് അരുൺ ഇക്ബാൽ എക്സസ്. അടുത്തതായി കേരള തനിമ പകർന്നാടിക്കൊണ്ട് ഷെഹനാസും കൂട്ടരും അവതരിപ്പിക്കുന്നു സംഘനൃത്തം. നജ്മി നിജും, അശ്വതി, ശ്രീ ഗീതുലക്ഷ്മി, സുചിത്ര, മീനു. ഭംഗികളിയാടിരുന്നവയേ
സദനമായി ഉൽഗമി സദനമായി ഉൽഗമി സന്ധ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗര നദിന്റെ തന്ത്രിയുണർത്തിടുന്നു സ്വരസാംഗം ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയുന്ന കളരിസ്വരം ഓ വിസ്വരം കളരിസ്വരം സന്ധ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗര നദിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാംഗം സന്ധ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗര നദിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാംഗം മൊഞ്ചത്തൊരു മാപ്പിളപ്പാട്ടുമായി ഷഹന, ഭാവപകർച്ചയിൽ ചടുല താളവുമായി സപനയുടെ നൃത്തച്ചുവടുകൾ. ജ്ഞാനേ സരസ്വതി ജ്ഞാനേ ലക്ഷ്മി ജ്ഞാനേ ഭദ്രകാളി ജ്ഞാനേ സരസ്വതി ജ്ഞാനേ ലക്ഷ്മി ജ്ഞാനേ ഭദ്രകാളി താമസിയായതും രാജസിയായതും സാത്വികയായതും ജ്ഞാനേ താമസിയായതും രാജസിയായതും സാത്വികയായതും
ബർഹണി महिषासुरमर्दिनी महाप्रलय साक्षिणी प्रसीद प्रसीद प्रसीद